നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് പ്രാക്ടീസിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന തരത്തിലാണ് ആ മെന്റർഷിപ്പോട് കൂടിയ ബാച്ച് വരുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാനാകും. ഒരു എക്സ്പീരിയൻസ് അല്ല, ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ രണ്ട് ഗ്രൂപ്പിന് എങ്ങനെ ആപ്ലിക്കബിൾ ആവും ഒരു വലിയ ചോദ്യമാണ്. ഒന്നും ചെയ്യാതെ ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി അങ്ങോട്ട് ചാർജ്. നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പഠിച്ച് ഏകദേശം ഒരു ലെവലായി കാണും. പിന്നെ പഠിച്ച് ഒന്നും എത്താത്തവർ നമുക്കിടയിൽ ഉണ്ടാകും. നമ്മുടെ എക്സാം ഡേറ്റ് കണ്ടപ്പോൾ ഒന്ന് പകച്ചു പോയവരുണ്ടാകും. ചിലരിങ്ങനെ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് ഏകദേശം ഒരു ധാരണയായി നമ്മൾ ഇങ്ങോട്ടാണ് നമ്മുടെ പോക്കെന്ന്. സാർ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിന് പുറമെ എനിക്ക് പറയാനുള്ളത്, ശരിക്കും നമ്മളൊരു 3 കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് ഇപ്പോൾ എൻ്റെ ഒരു ഊഹത്തിൽ പുറത്തുള്ളത്. നിങ്ങൾ ഇത് കാണുന്ന ഒരാൾ ഒരു പക്ഷേ ടോപ്പിക്സ് ഒരുവിധം കവർ ചെയ്ത ആളായിരിക്കും. പ്രിലിംസിന്റെ ടോപ്പിക് കവർ ചെയ്ത ആളായിരിക്കും. ഫുൾ കോൺഫിഡൻസ് പറയാൻ പറ്റില്ല, കവർ ചെയ്ത് ഏകദേശം മൊത്തം നമ്മൾ എല്ലാ പേജും മറിച്ചു കവർ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും. ഫുൾ കോൺഫിഡൻറ്റ് ആൾക്കാരുണ്ടായിരിക്കും, അതിനകത്തുണ്ടാവും. എല്ലാ പ്രാവശ്യത്തെ പോലെ പഠിക്കുന്നുണ്ട് തീരുന്നില്ല, പഠിക്കുന്നുണ്ട് അല്ലേ, നമ്മളിങ്ങനെ എല്ലാം പിറക്കി വെക്കും പോലെ എല്ലാ സൈഡിലും നമ്മൾ കുറേശ്ശെ പിറക്കി സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇത്തവണ ഡിഗ്രി ഫിലിംസ് തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടീം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്ന ടീമിന്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും പറയാനില്ല. എന്താ പറയാനുണ്ടോ? ഇല്ല, എനിക്കൊന്നും പറയാനില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും ഓൾറെഡി നമുക്കറിയാം, 2025 പകുതിയോടുകൂടി തന്നെ നമുക്കറിയാം പരീക്ഷകൾ വരെയാണ്. മാത്രമല്ല ഇത്രയും ഓപ്പർച്യൂണിറ്റി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ തുടങ്ങാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ തുടങ്ങാനും പോകില്ല, നമ്മൾ തുടങ്ങാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് മാറാൻ തുടങ്ങാൻ പോകില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇതൊക്കെ പേജ് മറിച്ച് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 80% ഓഫ് ആൾക്കാർക്കും പഠിച്ചു തീർക്കാൻ സമയം കിട്ടാറില്ല. ഉറപ്പായിട്ടും എല്ലാ പരീക്ഷയ്ക്കും സംഭവിക്കുന്നതാണ്. സമയം കിട്ടാറില്ല, പഠിച്ചു തീർത്തില്ല. കാരണങ്ങൾ ചോദിച്ചാൽ പലതുണ്ടായിരിക്കും. ആ പ്രശ്നം ഈ പ്രശ്നം ഉണ്ടായിരിക്കും. ഇതിൽ റിവിഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ 30% പേരാണ്. ഉറപ്പായിട്ട് ചിലരിങ്ങനെ ആ സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അവിടെ ഒരിക്കലും അവർ റിവിഷൻ ഇന്നലെ പഠിച്ചത് ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഇത് തീർക്കാൻ കഴിയില്ല എന്ന ഒരു തോട്ട് ഓഫ് മൈൻഡ് ഉള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ ഈ തോട്ടുള്ള ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കുള്ളൊരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റാണെന്ന് എനിക്ക് തോന്നാറുള്ളത്. ഒരു കാര്യം പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു മൈൻഡ് സെറ്റാണ്, ഇതും കൂടെ നോക്കിയാൽ അതും കൂടെ കിട്ടിയാലോ എന്നൊരു തോട്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാനാകും. ഒരു എക്സ്പീരിയൻസ് അല്ല, ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഈ മെയിൻസ് ഒക്കെ പാസ്സാകുന്ന ആൾക്കാരുടെ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാലും 5 മാർക്കെങ്കിലും വിട്ട് പഠിച്ച ആൾക്കാർ അവിടെ ഉണ്ടാവും. ഉറപ്പായിട്ടും. അപ്പോൾ 5 മാർക്ക് വിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഈ പറഞ്ഞ 80% ആൾക്കാർക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 5 മാർക്കേ പഠിച്ചില്ല, അതിനകത്തുള്ള മാർക്കിന് ചോദിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 മാർക്ക് വിട്ട് പഠിക്കാൻ സാധ്യതയുള്ള ആളെ സംബന്ധിച്ചോളം ഞാൻ വേറൊരു എക്സാമ്പിൾ ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സഹകാരി റിസൾട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഒന്ന് നമ്മുടെ ICDS സൂപ്പർവൈസർ സ്റ്റേറ്റ് ടോപ്പർ അടക്കം നമ്മുടെ പിള്ളേർ തൂത്തുവാരി. അതുപോലെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആദ്യ 10 റാങ്കിൽ 8 റാങ്കുകൾ സഹകാരി വൈസ് പ്രസിഡന്റ് പിള്ളേർ തൂത്തുവാരി. അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റിയിൽ ആദ്യം 5-ൽ 5 അപ്പോൾ ഈ ഒരു റിസൾട്ടിലേക്ക് കുട്ടികൾ എത്തുന്നതിൽ പ്രധാനമുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡിഗ്രി ഫിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളും വഴിയെ പറയാം. പക്ഷേ ഇതിൽ ICDS സൂപ്പർവൈസർ സ്റ്റേറ്റ് ടോപ്പർ നമ്മുടെ വിജയലക്ഷ്മി സ്റ്റോറി ഈ ചാനൽ കിടപ്പോൾ കണ്ടുപോകാം. അപ്പോൾ അതിൽ ആ കുട്ടിയുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു സിലബസിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു അവസാന സമയത്ത്. അപ്പോൾ നമുക്കൊരു 70-60% ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അവസാനം ഒരു 70%, 73 ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത്. സിലബസ് മാറിയതിന് ശേഷം, കാരണം അത്രയേ ഉള്ളൂ കൺഫർമേഷൻ ശേഷം. അപ്പോൾ ലാസ്റ്റ് ഒരു 60 days ആയപ്പോഴത്തേക്ക് ഈ കുട്ടി പഠനം നിർത്തുന്നു എന്നുള്ളതാണ്. അതായത് പഠിക്കേണ്ടുന്നതിൻ്റെ ഒരു 20 മാർക്കിന് ആ കുട്ടി പഠിച്ചിട്ടില്ല. പക്ഷേ 1ാം റാങ്ക് വാങ്ങിയ കുട്ടിയുടെ കാര്യം പറയുന്നു, 20 മാർക്കിന് ആ കുട്ടി പഠിച്ചിട്ടില്ല. അതായത് ബാക്കിയുള്ള 80 മാർക്സിൽ നിന്നും അത് ഈ 20 മാർക്ക് പഠിക്കാനുള്ള സമയവും കൂടെ ബാക്കിയുള്ള 80 മാർക്സിനെ റിവൈസ് ചെയ്ത് ഉറപ്പിക്കാനും ആ മേഖലയിലുള്ള പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും സമയം കണ്ടെത്തിയ കുട്ടിയാണ്. അപ്പോൾ ഇത് നല്ല അപ്രോച്ച് ആണോ അതൊരു മോശം അപ്രോച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച തീരുമാനം. ചിലരൊക്കെ അത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആവത്തില്ല. ശരിയാണ്, 20 മാർക്ക് അതില്ലാതെ എങ്ങനെ എന്നൊരു ചോദ്യം വരും. അപ്പൊ നമ്മൾ ഈ തീരുമാനം നമ്മളെ എടുത്തു വെച്ചോ, എടുത്താൽ നമുക്ക് സമാധാനം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള തീരുമാനം നമ്മുടെ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിലോട്ട് പോകും, അയ്യോ ഞാനത് നോക്കിയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കരുത്. പക്ഷേ ഇഫ് യു ആർ കേപ്പബിൾ ഓഫ് ടേക്കിംഗ് സച്ച് ഡിസിഷൻസ് ആൻഡ് സ്റ്റിക്ക് ഓൺ ടു യുവർ ഡിസിഷൻസ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ട് ആയിരിക്കും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും
എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പിന്റെ ശക്തിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ ചിറകുകളുടെ ശക്തിയിൽ വിശ്വാസമുള്ള ആൾക്കാരാണ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു പാർട്ടിയെ നിങ്ങൾക്ക് വിടുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അങ്ങനെ വിടുമ്പോ ബാക്കി 80% നമ്മൾ അതിൽ അതെ നമ്മൾ ചെയ്യുന്നതിൽ പക്കയാകാനുള്ള സമയമാണ് ഇനി. ഞാൻ ആദ്യം പറഞ്ഞ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ നിലവിൽ ചെയ്ത കാര്യത്തിനെ പെർഫെക്റ്റ് ആക്കി ഉറപ്പിക്കാനും അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഞാൻ എഴുതിയിരിക്കും എന്നുള്ള കോൺഫിഡൻസിൽ മുന്നോട്ട് പോകാനുള്ള സമയമാണ് ഇനി. അപ്പൊ അതിനു വേണ്ടി സഹകാരിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതേ പ്ലാൻ തന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പിനും അത് എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാം. ഒരു പ്ലാൻ രണ്ട് ഗ്രൂപ്പിന് ഒരു പ്ലാൻ. പഠിച്ചു തുടങ്ങാത്തവരോടല്ല, അതായത് പഠിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരും ഒരുവിധം കവർ ചെയ്ത് നിൽക്കുന്ന ആ രണ്ട് ഗ്രൂപ്പിനുമാണ് ഈ ഒരു പ്ലാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ രണ്ട് ഗ്രൂപ്പിന് എങ്ങനെ ആപ്ലിക്കബിൾ ആവും ഒരു വലിയ ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഞാൻ ഇനി പറയുന്നത് ആദ്യത്തെ ഗ്രൂപ്പിനാണ്. അതായത് നമുക്ക് അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ്. എപ്പോഴും നമ്മളൊരു മത്സര പരീക്ഷയിൽ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ, റിവിഷന്റെ കാര്യം ഞാൻ പറഞ്ഞു, പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം. പ്രാക്ടീസ് ശരിയാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ ഫുള്ള് പഠിച്ചാലും നമ്മളൊരു എക്സാം ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പഠിച്ച കാര്യം ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു പകർച്ച. അപ്പൊ നമ്മൾ എല്ലാ മത്സര പരീക്ഷയിലും ഈ 4 സ്റ്റെപ്പ് പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പെർഫോം ചെയ്യുക, ഈ 4 സ്റ്റെപ്പും ചെയ്താലേ പറ്റത്തുള്ളൂ. പ്രാക്ടീസിലും നമ്മൾ പലപ്പോഴും ബാക്കിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ സഹകാരി ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നൊരു പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റിവിഷൻ പ്ലസ് ക്രാഷ് ബാച്ചാണ്. അപ്പോൾ ക്രാഷ് ബാച്ചിൽ റിവിഷൻ കൂടെ കൊണ്ടുപോകുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിനും നമുക്കത് ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ഞാനൊരു ചെറിയ ഉദാഹരണത്തിൽ വ്യക്തമാക്കാം. മിസ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത ഒരു ലെസൺ പറയാമോ? ക്ലാസ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തത് നമ്മുടെ മലയാള സിനിമയാണ്. മലയാള സിനിമ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചധികം ചോദ്യങ്ങൾ PYQ നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെയും നമ്മളിങ്ങനെ പ്രധാനപ്പെട്ടത് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു പരീക്ഷ കണ്ടത് നമ്മുടെ ഷാജിയൻ കരുണിനെ പറ്റിയുള്ള ചോദ്യമാണ്. കാരണം അദ്ദേഹം അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചുവെങ്കിലും ചോദിച്ചത് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ ഏത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മലയാള സിനിമ എന്ന ടോപ്പിക്കിനെ നമുക്ക് എടുക്കാം. ആ ടോപ്പിക്കിൽ ഇപ്പോൾ സഹകാര പ്ലാൻ ഇതാണ്. മിസ് ഒരു 60 പോയിന്റുകളാണ് മലയാള സിനിമ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒന്നാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടൊക്കെ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ 60 പോയിന്റ്സിനെയും നിങ്ങളുടെ തലച്ചോറിലൂടെ ഒരു തവണ ഊട്ടി ഉറപ്പിച്ച് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷയാക്കി നമ്മൾ അതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സഹകാരി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷകൾ ഇത്രയേ ഉള്ളൂ. ആ പരീക്ഷ ഒരു തവണ എഴുതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ടും. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഇതുവരെയുള്ള എല്ലാ ലെസൺസിനും ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ നിലവിൽ ഈ മലയാള സിനിമ എന്ന ടോപ്പിക്ക് കവർ ചെയ്തൊരു ഉദ്യോഗാർത്ഥി സഹകാരിയുടെ ക്രാഷ് ബാച്ചിലേക്ക് വരികയാണ്. ക്രാഷ് ബാച്ച് തുടങ്ങുകയാണ്, ഏറ്റവും ലോവസ്റ്റ് ഫീസിൽ തുടങ്ങുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട്, പ്രാക്ടീസിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന തരത്തിലാണ് ആ മെന്റർഷിപ്പോട് കൂടിയ ബാച്ച് വരുന്നത്. അപ്പോൾ ആ ബാച്ചിന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയില്ല, നമ്മൾ വെബിനാറിലാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക. വെബിനാർ പങ്കെടുക്കാൻ മറക്കരുത് നിങ്ങൾ കേട്ടോ. അതായത് നിങ്ങൾ ലാസ്റ്റ് പ്രിപ്പറേഷൻ നിൽക്കുന്ന ആൾക്കാർ വെബിനാർ പങ്കെടുക്കാൻ മറക്കരുത്. അപ്പോൾ അതിനുവേണ്ടി താഴെ കാണുന്ന ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. ഫോൺ നമ്പർ നിങ്ങളുടെ പേരും ജില്ലയും അതിനോടൊപ്പം ഡിഗ്രി ഫിലിംസ് എന്ന കോഡും കൂടെ വാട്സ്ആപ്പ് ചെയ്താൽ മതി. നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഞാൻ 2 മണിക്കൂർ ഉണ്ടാവും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എക്സാമിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മലയാള സിനിമ ടോപ്പിക്ക് കവർ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ഈ പരീക്ഷ ഒരു 70-80 ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് PSCയുടെ എപ്പോഴും എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയി മിസ് ഇപ്പോൾ PSC പുതിയ ട്രെൻഡ് ഇറക്കിയിട്ടുണ്ട്. അതായത് 6 to 7 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ PSC കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് നേരത്തെ ആണെങ്കിൽ ശരിയും തെറ്റും മാത്രമേ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ചേരുംപടി ചേർക്കാനും പിന്നെ അസേഷൻ റീസണിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലപ്പോൾ അതാണ് നമ്മളിലെ ചില വേദികളൊക്കെ നമ്മൾ പറയത്തില്ലേ, നമുക്കിപ്പോ പനാജി എന്ന ഓപ്ഷൻ എ, രണ്ടാമത്തെ ഓപ്ഷനിൽ കാണും ഗോവ, മൂന്നാമത്തെ ഓപ്ഷനിൽ അതിന്റെ അടുത്തുള്ള വേറെ ഏതെങ്കിലും. അപ്പൊ ഏറ്റവും ബെറ്റർ ഏതായിരിക്കും? 3 ആപ്റ്റ് ആയിരിക്കും. അതിൽ ഏറ്റവും ബെറ്റർ ചിലപ്പോൾ പനാജി ആ ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചായിരിക്കും ആ ഒരു പ്രോഗ്രാം നടന്നത്. അപ്പൊ നമ്മൾ ഗോവ ബബിൾ ചെയ്യോ പനാജി ബബിൾ ചെയ്യോ? ഉറപ്പായിട്ടും പനാജി തന്നെ ബബിൾ. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇതിപ്പോ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ പിന്നെ കോംപ്ലിക്കേഷൻ. ഈ 1 വേർഡ് തന്നെ ചിലരുണ്ട്. എന്താ പറയാ, ഓപ്ഷൻ എ ഗോവ, യെസ് ഓപ്ഷൻ എ ബബിൾ ചെയ്യുന്നു, എന്നിട്ട് ഓപ്ഷൻ ബി അയ്യോ പനാജി, അങ്ങനെയും പറ്റുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും എന്തിൻ്റെ അവസാനം ഉണ്ടായിരിക്കും? ഈ ക്ലാസ്സിൻ്റെ അവസാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ക്ലാസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ചെയ്യാൻ പറ്റുന്നത് ഈ എക്സാംസ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു തവണ എഴുതുമ്പോൾ ഫുള്ള് കിട്ടൂല, രണ്ടാമത്തെ തവണ എഴുതുമ്പോൾ ഫുള്ള് കിട്ടൂല. എപ്പോഴും പറയാറുണ്ട്, കാടിൻ്റെ നീതിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. കാടിൻ്റെ നീതി എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുന്നത് വരെ ഓട്ടിക്കുക എന്നുള്ളതാണ്, അല്ലേ? തളർത്തി. അത് നമുക്കിപ്പം 5 തവണ 10 തവണ ഓടിയാലും ചിലപ്പോ ഒരു പുലിക്ക് ഇതിനെ കിട്ടണമെന്നില്ല, മാനിനെ കിട്ടണമെന്നില്ല. അപ്പൊ പുലി എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. പുലി ആത്മഹത്യ ചെയ്യല്ല, കെണ്ടിച്ചാറില്ല, തൂങ്ങിച്ചാറില്ല, പുലി 11 തവണ വെട്ടിക്കും. ഈ മൈൻഡ് സെറ്റ് വേണം, മനസ്സിലായ? ഈ മൈൻഡ് സെറ്റിൽ നിങ്ങൾ പവറായിട്ട് ഇന്ന് എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തവണ നമ്മൾ പ്രിലിംസ് പുഷ്പം പോലെ പാസ്സാവും. മെയിൻസിന് വേണ്ടിയിട്ട് നമുക്ക് 30-35 മാർക്ക് നമ്മളെ കൈ ഇരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള ഒരു 25 മാർക്ക് നമ്മൾ പിന്നെ പഠിച്ചാൽ മതി. അതിനുള്ള സമയം നമുക്കുള്ളൂ. അങ്ങനെ PS തരുന്നത് അത്രേ ഉള്ളൂ. അതായത് പ്രിലിംസ് ജസ്റ്റ് പാസ്സാവുന്നവർക്ക് ആർക്കും തന്നെ മെയിൻസ് കിട്ടാറില്ല. പ്രിലിംസിന് നല്ലൊരു സ്കോർ നമുക്ക് വാങ്ങണം, ഹൈ സ്കോർ വാങ്ങണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡെയിലി എക്സാമിനേഷനിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നോക്കൂ മക്കളെ, ഒരു 5 മുതൽ 6 ക്ലാസ് പെർ ഡേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 6 ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് കണ്ടു തീർക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യുക? ഈ എ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എക്സാമിനേഷൻ എഴുതിയിട്ട് നിങ്ങളെ പെർഫോമൻസ് നോക്കുക, റിപ്പീറ്റ് ചെയ്യുക, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, പോവുക. ഓക്കെ, ഇതാണ് എ ഗ്രൂപ്പിന് സഹകാരിയുടെ ക്രാഷ് ബാച്ചിലൂടെ നിങ്ങൾക്ക് തരാനുള്ള ഒരു എല്ലാ പേജും മറിച്ച് നോക്കിയ ഗ്രൂപ്പിന്. ഇനി ബി ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നോക്കി ഇവിടെ നോക്കി തീർന്നില്ല, റിവിഷൻ സമയമില്ല, റിവിഷൻ തുടങ്ങി. ടെൻഷൻ, ഇനി അങ്ങോട്ട് ടെൻഷനാണ്. കയ്യും നിൽക്കില്ല, കാലും നിൽക്കില്ല, ഓട്ടോ ആയിരിക്കും. നിങ്ങള് മുഴുവൻ പഠിച്ച് കാണത്തില്ല. പഠിക്കാത്ത ക്ലാസ് വരികയാണെന്നുണ്ടെങ്കിൽ പഠിക്കാത്ത ക്ലാസ് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 30 മാർക്കിന്റെ ഭാഗം അവിടെ മാറ്റിയിടും, കുഴപ്പമില്ല. പോട്ടെ, 20 മാർക്കിന്റെ ഭാഗം മാറ്റിയിടും, കോൺഫിഡന്റ് ആയിട്ട് മാറ്റിയിടും. ഒരിക്കലും ഈ വരാൻ പോകുന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 50-55 മുകളിലൊന്നും പോകില്ല. മാക്സിമം ഒരു 60 പോകില്ല. 3000 പേരുടെ മെയിൻ ലിസ്റ്റിലാണ്. എന്നാലും നമ്മളൊരു ഉറപ്പ് വരും. അപ്പം നിങ്ങളൊരു 20 പുലി ആത്മഹത്യ ചെയ്യല്ല, കെണ്ടിച്ചാറില്ല, തൂങ്ങിച്ചാറില്ല, പുലി 11 തവണ വെട്ടിക്കും. ഈ മൈൻഡ് സെറ്റ് വേണം, മനസ്സിലായ? ഈ മൈൻഡ് സെറ്റിൽ നിങ്ങൾ പവറായിട്ട് ഇന്ന് എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തവണ നമ്മൾ പ്രിലിംസ് പുഷ്പം പോലെ പാസ്സാവും. മെയിൻസിന് വേണ്ടിയിട്ട് നമുക്ക് 30-35 മാർക്ക് നമ്മളെ കൈ ഇരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള ഒരു 25 മാർക്ക് നമ്മൾ പിന്നെ പഠിച്ചാൽ മതി. അതിനുള്ള സമയം നമുക്കുള്ളൂ. അങ്ങനെ PS തരുന്നത് അത്രേ ഉള്ളൂ. അതായത് പ്രിലിംസ് ജസ്റ്റ് പാസ്സാവുന്നവർക്ക് ആർക്കും തന്നെ മെയിൻസ് കിട്ടാറില്ല. പ്രിലിംസിന് നല്ലൊരു സ്കോർ നമുക്ക് വാങ്ങണം, ഹൈ സ്കോർ വാങ്ങണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡെയിലി എക്സാമിനേഷനിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നോക്കൂ മക്കളെ, ഒരു 5 മുതൽ 6 ക്ലാസ് പെർ ഡേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 6 ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് കണ്ടു തീർക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യുക? ഈ എ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എക്സാമിനേഷൻ എഴുതിയിട്ട് നിങ്ങളെ പെർഫോമൻസ് നോക്കുക, റിപ്പീറ്റ് ചെയ്യുക, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, പോവുക. ഇതാണ് എ ഗ്രൂപ്പിന് സഹകാരിയുടെ ക്രാഷ് ബാച്ചിലൂടെ നിങ്ങൾക്ക് തരാനുള്ള ഒരു എല്ലാ പേജും മറിച്ച് നോക്കിയ ഗ്രൂപ്പിന്. ഇനി ബി ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നോക്കി ഇവിടെ നോക്കി തീർന്നില്ല, റിവിഷൻ സമയമില്ല, റിവിഷൻ തുടങ്ങി. ടെൻഷൻ, ഇനി അങ്ങോട്ട് ടെൻഷനാണ്. കയ്യും നിൽക്കില്ല, കാലും നിൽക്കില്ല, ഓട്ടോ ആയിരിക്കും. നിങ്ങള് മുഴുവൻ പഠിച്ച് കാണത്തില്ല. പഠിക്കാത്ത ക്ലാസ് വരികയാണെന്നുണ്ടെങ്കിൽ പഠിക്കാത്ത ക്ലാസ് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 30 മാർക്കിന്റെ ഭാഗം അവിടെ മാറ്റിയിടും, കുഴപ്പമില്ല. പോട്ടെ, 20 മാർക്കിന്റെ ഭാഗം മാറ്റിയിടും, കോൺഫിഡന്റ് ആയിട്ട് മാറ്റിയിടും. ഒരിക്കലും ഈ വരാൻ പോകുന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 50-55 മുകളിലൊന്നും പോകില്ല. മാക്സിമം ഒരു 60 പോകില്ല. 3000 പേരുടെ മെയിൻ ലിസ്റ്റിലാണ്. എന്നാലും നമ്മളൊരു ഉറപ്പ് വരും. 60. അപ്പം നിങ്ങളൊരു 20 മാർക്കിന്റെ മേഖല ഒട്ടും പറ്റാത്ത മേഖല മാറ്റിയിടും. ബാക്കി 80 മാർക്കിന് വേണ്ടി ഇനിയുള്ള സമയം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അത് ഏത് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആ 80 മാർക്കിന്റെ ഏരിയ പുലി ആത്മഹത്യ ചെയ്യല്ല, കെണ്ടിച്ചാറില്ല, തൂങ്ങിച്ചാറില്ല, പുലി 11 തവണ വെട്ടിക്കും. ഈ മൈൻഡ് സെറ്റ് വേണം, മനസ്സിലായ? ഈ മൈൻഡ് സെറ്റിൽ നിങ്ങൾ പവറായിട്ട് ഇന്ന് എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തവണ നമ്മൾ പ്രിലിംസ് പുഷ്പം പോലെ പാസ്സാവും. മെയിൻസിന് വേണ്ടിയിട്ട് നമുക്ക് 30-35 മാർക്ക് നമ്മളെ കൈ ഇരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള ഒരു 25 മാർക്ക് നമ്മൾ പിന്നെ പഠിച്ചാൽ മതി. അതിനുള്ള സമയം നമുക്കുള്ളൂ. അങ്ങനെ PS തരുന്നത് അത്രേ ഉള്ളൂ. അതായത് പ്രിലിംസ് ജസ്റ്റ് പാസ്സാവുന്നവർക്ക് ആർക്കും തന്നെ മെയിൻസ് കിട്ടാറില്ല. പ്രിലിംസിന് നല്ലൊരു സ്കോർ നമുക്ക് വാങ്ങണം, ഹൈ സ്കോർ വാങ്ങണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡെയിലി എക്സാമിനേഷനിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നോക്കൂ മക്കളെ, ഒരു 5 മുതൽ 6 ക്ലാസ് പെർ ഡേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 6 ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് കണ്ടു തീർക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യുക? ഈ എ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എക്സാമിനേഷൻ എഴുതിയിട്ട് നിങ്ങളെ പെർഫോമൻസ് നോക്കുക, റിപ്പീറ്റ് ചെയ്യുക, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, പോവുക.
ഓക്കെ, ഇതാണ് എ ഗ്രൂപ്പിന് സഹകാരിയുടെ ക്രാഷ് ബാച്ചിലൂടെ നിങ്ങൾക്ക് തരാനുള്ള ഒരു എല്ലാ പേജും മറിച്ച് നോക്കിയ ഗ്രൂപ്പിന്. ഇനി ബി ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നോക്കി ഇവിടെ നോക്കി തീർന്നില്ല, റിവിഷൻ സമയമില്ല, റിവിഷൻ തുടങ്ങി, ടെൻഷൻ. ഇനി അങ്ങോട്ട് ടെൻഷനാണ്, കയ്യും നിൽക്കില്ല കാലും നിൽക്കില്ല, ഓട്ടോ ആയിരിക്കും. നിങ്ങള് മുഴുവൻ പഠിച്ച് കാണത്തില്ല. പഠിക്കാത്ത ക്ലാസ് വരികയാണെന്നുണ്ടെങ്കിൽ പഠിക്കാത്ത ക്ലാസ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 30 മാർക്കിന്റെ ഭാഗം അവിടെ മാറ്റിയിടും, കുഴപ്പമില്ല. പോട്ടെ, 20 മാർക്കിന്റെ ഭാഗം മാറ്റിയിടും, കോൺഫിഡന്റ് ആയിട്ട് മാറ്റിയിടും. ഒരിക്കലും ഈ വരാൻ പോകുന്ന പരീക്ഷകളുടെ കട്ട് ഓഫ് 50-55 മുകളിലൊന്നും പോകില്ല. മാക്സിമം ഒരു 60 ഈ പറഞ്ഞ 3000 പേരുടെ മെയിൻ ലിസ്റ്റിലാണ്. എന്നാലും നമ്മളൊരു ഉറപ്പ് 60. അപ്പം നിങ്ങളൊരു 20 മാർക്കിന്റെ മേഖല ഒട്ടും പറ്റാത്ത മേഖല മാറ്റിയിടും. ബാക്കി 80 മാർക്കിന് വേണ്ടി ഇനിയുള്ള സമയം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അത് ഏത് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആ 80 മാർക്കിന്റെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയേണ്ടത് ഒന്നും ഇല്ലാത്തതിനൊക്കെ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പണ്ടുള്ളവർ പറയത്തില്ലേ, കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തു, ഉത്തരത്തിരിക്കുന്ന കിട്ടിയതും ഇല്ല എന്നൊരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തും. പിന്നെ എല്ലാവരും ഒരു പ്രധാനപ്പെട്ട കുഴപ്പമാണ്, ഏറ്റവും പാടുള്ള ആദ്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കും. വളരെ നല്ലതാ, നമുക്ക് അറിയാവുന്നത് നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. എനിക്ക് പിന്നെ പറയാണ്ട് നമ്മൾ സിങ്ക് ടു ബേസിക്സ്. PSC പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് 100 പഠിച്ചിട്ട് 100 ഒരാൾ വാങ്ങും എന്ന് പറഞ്ഞ പരീക്ഷയല്ല. അങ്ങനെ ഇൻ കേസ് ഒരുത്താൻ വന്നാൽ അവന് കൊടുക്കത്തുമില്ല, അല്ലേ? കൊടുക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലിരിക്കണ സാധനം, മിസ് പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കണ സാധനം പോവാതെ വേണം ഇനിയുള്ള സാധനം ഓരോന്നായിട്ട് എടുക്കാൻ. ഇനി എടുത്ത് ഇവിടെ വെച്ചതോ അത് അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇവിടെ വെച്ചാൽ അവിടെ ഉണ്ടെന്ന് നീ ഉറപ്പാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അതിനാണ് റിപ്പീറ്റഡ് റിവിഷൻ എന്നുള്ള സ്ട്രാറ്റജി വരുന്നത്. അപ്പൊ സാറേ, നമ്മൾ എ ഗ്രൂപ്പിന് അവരുടെ കാര്യം ഏകദേശം നല്ല ക്ലിയർ ആണ്. ബി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ റിവിഷൻ സെറ്റ് ആവും? അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ക്രാഷ് കം റിവിഷൻ ബാച്ച് ആണ്. ക്രാഷും റിവിഷനും ഒരുമിച്ച് നടക്കും. 2 ടൈം ടേബിൾ നമ്മൾ പുഷ് ചെയ്യുകയാണ്. ഒന്ന് ക്രാഷിന്റെ ക്രാഷ് കോഴ്സ് പുഷ് ചെയ്യും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്കിപ്പോ ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ച എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഒരു ടൈം ടേബിൾ ഇതിന്റെ കൂടെ റിവിഷൻ ആയിട്ട്. അതെ, അപ്പൊ നമുക്ക് എന്ത് റിവിഷന് വേണ്ടി പിന്നെ സമയം കണ്ടെത്തേണ്ടതില്ല. നിങ്ങൾ ഇവിടെ ക്രാഷ് ബാച്ച് പോകുന്ന അതേ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഒരാഴ്ച 2 ആഴ്ച ഇടവിട്ട് റിവിഷൻ എക്സാമിനേഷൻ എഴുതി പോകേണ്ടുന്ന രീതിയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാർ, അങ്ങനെ ഒരു കോഴ്സ്, ഒരു ക്രാഷ് കോഴ്സും റിവിഷനും രണ്ടും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും, കുട്ടികൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആശയത്തിനെ കുറിച്ച് പറയാനുള്ള കാര്യം. ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ്, ആ ക്ലാസ്സിൽ പറയുന്ന മാക്സിമം പോയിന്റ്സിനെ കട്ട് ചെയ്തുകൊണ്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ്. അപ്പൊ തുടക്കത്തിലേ പറഞ്ഞില്ലേ, നമ്മുടെ ആ മാക്സിമം ഈ എക്സാം എഴുതുന്ന കുട്ടിക്ക് മറ്റേ ടോപ്പിക്കിനെ കുറിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പറഞ്ഞില്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഈ എക്സാം ആണ് നമ്മൾ റിവിഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവൻ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മുന്നേ എഴുതിയ പരീക്ഷ തന്നെ ആയിരിക്കും. അപ്പോഴത്തേക്കും അന്ന് അവന് 70 മാർക്കിന്റെ ഡെയിലി എക്സാമിനേഷൻ, ഒരു ടോപ്പിക് എക്സാമിനേഷൻ എഴുതിയപ്പോഴത്തേക്കും ഒരു 60 മാർക്ക് കിട്ടിയെന്ന് വെച്ചോ. ഇവൻ എന്ത് ചെയ്തു, ബാക്കി 10 ഏതെന്ന് ചോദിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഒരു തവണ എഴുതണമെന്നാണ്. ആ സമയത്ത് തന്നെ ഒരു തവണ എഴുതിയും ഫുൾ ആക്കണം, നമുക്കൊരു കോൺഫിഡൻ്റ് ആക്കണം. എന്നിട്ട് നിങ്ങൾ റിവിഷൻ വരുമ്പോഴത്തേക്ക് ഈ പരീക്ഷ എഴുതുമ്പോൾ ഒന്നും ചെയ്യാതെ, ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി അങ്ങോട്ട് ചേർത്തുക. അങ്ങനെ കണ്ണും പൂട്ടി ചേർത്തുമ്പോൾ എന്ത് സംഭവിക്കും, അന്ന് നമ്മൾ 70 മാർക്കിന് എഴുതിയ പരീക്ഷയിൽ 60 കിട്ടിയെങ്കിൽ ഇപ്പോൾ 50 കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു തവണ നോട്ട് എടുത്ത് നോക്കുക, തെറ്റിയ ഭാഗങ്ങളും അതെ ക്ലിയർ ആയിട്ട് അതൊന്ന് നോക്കാം. നോക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും മെമ്മറി, ഈ നോക്കുന്ന മെമ്മറി ഒരു ഇവൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ആവും. ഇപ്പോൾ ഒറ്റ സിമ്പിൾ ഉദാഹരണം, നമ്മൾ പണ്ട് ക്ലാസ്സിൽ സാറ് നിൽക്കുമ്പോൾ സാർ നമ്മളോട് ചോദ്യം ചോദിച്ചു, നമ്മൾ ഉത്തരം പറഞ്ഞു കോൺഫിഡൻ്റ് ആയിട്ട്. സാറ് പറഞ്ഞു ചോദിച്ചു പോടാ ഒന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് സാറേ ഞാൻ പറഞ്ഞല്ലേ ശരി എന്ന് വയ്ക്കുമ്പോൾ സാർ നമ്മളെ തിരുത്തി കഴിഞ്ഞാൽ നമ്മളിത് മറക്കൂല. അതൊരു എന്താ പറയുക, ഒരു മെമ്മറി ടൂളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കൽ തെറ്റിയ കാര്യം പിന്നെ ഒരു തവണ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറി ആവും. ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് റിവിഷൻ ഈ ബി ബാച്ചിന് കൃത്യമായിട്ട് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ ഇപ്പോഴത്തെ. സാർ, ഇനി അവസാനമായിട്ട് അതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുന്നേ കോഴ്സിൻ്റെ കോംപ്രിഹെൻസീവ്നെസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് അറിയാത്തത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വെബിനാർ മീറ്റിംഗിൽ കാണണം കേട്ടോ. നമുക്ക് കണ്ടിട്ട് മാത്രമേ പറയത്തുള്ളൂ. അതുപോലെ ഫീസ് സ്ട്രക്ചറും കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് പറയാം. കാരണം ഇത് എൻ്റെ കംപ്ലീറ്റ്ലി മെൻറ്റർഷിപ്പ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ രീതി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം കത്തി കാണണമെന്നില്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഗൂഗിൾ മീറ്റ് നടത്തുക. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറാം കേട്ടോ. അതുപോലെ നിങ്ങളൊരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് അതൊരു സ്ട്രക്ചേർഡ് റിവിഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് റിവിഷൻ ചെയ്താലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വന്നിട്ട് കാര്യമില്ല.
അപ്പോൾ സ്ട്രക്ചേർഡ് റിവിഷൻ വേണ്ടെന്നുള്ള ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടും. അതിനോടൊപ്പം നമുക്കൊരു ബിഗിനർ അല്ല, ഒരു ഇൻ്റർമീഡിയറ്റ് ആയി നിൽക്കുന്നു, എനിക്കിത് എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളൂ ഇനിയുള്ള സമയത്ത് എന്ന് വെച്ച് നിൽക്കുന്ന ആൾക്കാർക്കും പ്രയോജനപ്പെടുത്താൻ പറ്റും. അതിന് നിങ്ങൾ ടൈം തരണം, നമുക്ക് ചോദിക്കുന്ന സമയം തരണം. ഓക്കെ, അത് തന്നാലേ നമുക്കൊരു അഷുറൻസ് തിരിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എല്ലാം കാണണം, കണ്ട് നിങ്ങളത് പെർഫോം ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്രാഷ് ബാച്ച് തുടങ്ങിയാണ്. ഈ ക്രാഷ് ബാച്ച് കേരളത്തിൽ ഏറ്റവും വലിയ ബാച്ചായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന ബാച്ചായിട്ട് മാറട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസ തരികയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.